ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ ഉണ്ടായിട്ട് നിക്ഷേപ താല്പര്യത്തിൽ നിന്നും ഇന്നലെ ലാഭമെടുക്കാനുള്ള ഒരു പ്രവണത കാണിച്ചത് വിപണിയിലെ നഷ്ടത്തിന് കാരണമായിരുന്നു. വലിയൊരു നഷ്ടത്തിലേക്ക് ഇന്നലെ വ്യാപാരം നീങ്ങി. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ വിൽപ്പനയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ നിക്ഷേപത്തിൽ ആയിരുന്നതിൻ്റെ ഒരു പ്രതിഫലനം വിപണിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇന്നലെ ഉണ്ടായിട്ട് വലിയൊരു വിൽപ്പന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിപണിയുടെ നഷ്ടത്തിന് കാരണമാവുകയായിരുന്നു. മാത്രമല്ല ചെറുകിട നിക്ഷേപകരും വളരെ കാര്യമായി തന്നെ വിപണിയിൽ ലാഭമെടുക്കാനുള്ള ഒരു പ്രവണത കാണിച്ചതും വിപണിയുടെ നഷ്ടത്തിന് ആക്കം കൂട്ടുകയായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു തിരുത്തൽ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആഗോള ഘടകങ്ങളും ആഭ്യന്തര സാമ്പത്തിക ഘടകങ്ങളും എല്ലാം വിപണിക്ക് അത്ര അനുകൂലമായി തന്നെ തുടരുന്നത് വരും ദിവസങ്ങളിൽ വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ വിപണിയുടെ ഒരു ഭാഗത്തേക്കുള്ള ഉയർച്ചയ്ക്കിടെ ഉണ്ടായേക്കാവുന്ന ഇത്തരം ചില തിരുത്തലുകളും ഇത്തരം ചില വിൽപ്പനകളും വിപണിയുടെ ആരോഗ്യകരമായ മുന്നേറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതിനെ കാണുകയാണെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തോതിൽ വിപണിയിൽ നേട്ടത്തിലായിരുന്ന പ്രധാനപ്പെട്ട ഓഹരികളിൽ, പ്രത്യേകിച്ചും ബാങ്കിങ് മേഖലയിലെ ചില ഓഹരികളിലും റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഓഹരികളിലും ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പനയാണ് മുൻനിര ഓഹരി സൂചികയെ നഷ്ടത്തിൽ എത്തുന്നതിന് കാരണമായിട്ടുള്ളത്. എന്തായാലും ഇത്തരം ഓഹരികളിൽ ഉണ്ടാകുന്ന തിരുത്തലുകൾ വരും ദിവസങ്ങളിലും അത് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രവണത കാണിച്ചിരിക്കുമെന്നുള്ളത് എൻ്റെ ഒരു പ്രധാന വസ്തുത തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഏറ്റക്കുറച്ചിലുള്ള വിപണി തുടരാൻ തന്നെയാണ് സാധ്യത. വിപണിയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുണ്ടായിട്ടുള്ള നേട്ടത്തിൽ പങ്കുകൊള്ളാതിരുന്നിട്ടുള്ള IT മേഖലയിലെ ഓഹരികളിലെ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ഇനിയുള്ള ദിവസങ്ങളിൽ വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നലത്തേതിനേക്കാൾ മാറ്റമില്ലാതെ അല്ലെങ്കിൽ നേരിയ നേട്ടത്തിലോ ആയിരിക്കും ഇന്ന് വ്യാപാരം